morning, students. Welcome back to the class. Hope you all are fine. Let's move on with the ideologies of Plato, the great Greek philosopher. As we mentioned, Plato നമ്മൾ കാണുന്നത് ഒരു ഐഡിയലിസ്റ്റ് ആയിട്ടാണ്, മോറലിസ്റ്റ് ആയിട്ടാണ്, ഒരു റാഷണലിസ്റ്റ് ആയിട്ടാണ്. വളരെ ശക്തമായി ഗുരുവിന് പിന്നാലെ അദ്ദേഹത്തിൻ്റെ പാത പിന്തുടരുന്ന, തൻ്റെ മുന്നിൽ കാണുന്ന എല്ലാത്തിലെയും സത്യത്തെ അന്വേഷിക്കുന്ന, സ്വത്വത്തെ അന്വേഷിക്കുന്ന, എന്നാൽ അതേസമയം തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വേൾഡ് മുന്നിൽ കാണുന്നില്ല, അതെല്ലാം കറപ്റ്റഡ് ആണെന്ന് തുറന്ന് പറയുന്ന ഒരാളായിട്ടാണ് നമുക്ക് പ്ലേറ്റോനെ കാണാനായിട്ട് സാധിക്കുന്നത്. അതേ കാണുന്ന എല്ലാ ആശയങ്ങളിലും ഇൻപുട്ട് ചെയ്യാനായിട്ടും അതിലെ ശരിതെറ്റുകളെ അവലോകനം ചെയ്യാനായിട്ടൊക്കെ പ്ലേറ്റോ ശ്രമിക്കുന്നത് കാണാനായിട്ട് സാധിക്കും, ആസ് വെൽ ആസ് ഇൻ ലിറ്ററേച്ചർ ഓൾസോ. സോ ലിറ്ററേച്ചർ, ബേസിക്കലി വാട്ട് ഇസ് ലിറ്ററേച്ചർ? ലിറ്ററേച്ചർ ഡെഫിനറ്റ്ലി റിഫ്ലെക്ട്സ് ലൈഫ്, അല്ലേ? ലൈഫ് എന്താണോ അതിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് സാഹിത്യം. സാഹിത്യം ബേസിക്കലി എന്താണ്? ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ആർട്ട്. കല വാക്കുകളിലൂടെ പ്രകടിപ്പിക്കുന്ന ഒന്നാണ് സാഹിത്യം എന്ന് പറയുന്നത്, അല്ലേ? വാക്കുകളിലൂടെ പ്രകടമാകുന്ന കലയാണ് നമ്മൾ സാഹിത്യം എന്ന് പറയുന്നത്. അപ്പോൾ കല പലതരത്തിലുണ്ട്. സംഗീതത്തിലൂടെ, നൃത്തത്തിലൂടെ, അഭിനയത്തിലൂടെ, ശില്പങ്ങളിലൂടെ, അല്ലേ? കല്ലിൽ നല്ല മനോഹരമായിട്ടുള്ള കല നമ്മൾ കാണുന്നത് എങ്ങനെയാണത് ശില്പമായിട്ട് മാറുമ്പോഴാണ്. അല്ലെങ്കിൽ നല്ല നിറങ്ങളിലൂടെ നമുക്ക് കലയെ കാണാനായിട്ട് സാധിക്കും, ത്രൂ പെയിൻറ്റിങ്. So literature is expressed through many means. It can be expressed in words, in colors, in stones, through symphony and all that. അപ്പോൾ ഈ പറയുന്ന കലകളിലെ ഇംപെർഫെക്ഷൻസിനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ വളരെ കൺവീനിയൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ പ്ലേറ്റോയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും ഗ്രാൻഡ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ തോട്ടായിട്ട് പറയുന്നത് അദ്ദേഹത്തിൻ്റെ തിയറി ഓഫ് ഐഡിയാസിനെ കുറിച്ചിട്ടാണ്. എന്താണ് തിയറി ഓഫ് ഐഡിയാസ്? തിയറി, ആസ് വി മെൻഷൻഡ് ഏർലിയർ, തിയറി ബേസിക്കലി മീൻസ് എ കൈൻഡ് ഓഫ് തോട്ട്. ഒരു ചിന്തയാണ്, ഒരു ഐഡിയയാണ്, തോട്ടാണ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ പ്ലേറ്റോയ്ക്ക് തോന്നിയിട്ടുള്ള ഒരു ചിന്തയെക്കുറിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. പ്ലേറ്റോയ്ക്ക് ഉണ്ടായിട്ടുള്ള ചിന്ത എന്ന് പറയുമ്പോൾ ചിന്തകളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ചിന്തയാണ് നമുക്ക് തിയറി ഓഫ് ഐഡിയ ഓർ തിയറി ഓഫ് മിമെസിസ് എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്നത്. മിമെസിസ് മീൻസ് ഇമിറ്റേഷൻ, മിമിക്രി, മിമെസിസ്, ഇമിറ്റേഷൻ. അപ്പോൾ തിയറി ഓഫ് ഇമിറ്റേഷൻ എന്നുള്ള പേരിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ പരീക്ഷയ്ക്ക് എങ്ങനെയും ചോദ്യം വരാം, വാട്ട് ഈസ് മെൻ ബൈ തിയറി ഓഫ് മിമെസിസ്, വാട്ട് ഈസ് മെൻ ബൈ തിയറി ഓഫ് ഐഡിയാസ് ഓർ പ്ലേറ്റോസ് തിയറി ഓഫ് ഇമിറ്റേഷൻ? മൂന്നും ഒന്ന് തന്നെയാണ്. As we mentioned earlier, Plato believed in two realities. He has this concept, okay, there are two kinds of realities. One, which is an ideal one. The second one, the worldly one, which has got the raw materials, the matter, the different matter, fire, air and all that, and time and space. ഇവിടെയൊക്കെ ബിലോങ് ചെയ്യുന്ന ലോകം, നമ്മൾ കാണുന്ന, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന, പെർസീവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എല്ലാം, അത് ഒരു റിയാലിറ്റിയാണ്. ഇങ്ങനെ കാണാൻ പറ്റാത്ത, നമ്മൾ എന്നാൽ വളരെ ഉദാത്തമായിട്ടുള്ള, വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള വേറൊരു റിയാലിറ്റിയും കൂടിയുണ്ട്. അതിന് അദ്ദേഹം ഐഡിയൽ വേൾഡ് ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ രണ്ട് ലോകമുണ്ട്, രണ്ട് വേൾഡ് ഉണ്ട്. വൺ ഈസ് എൻ ഐഡിയൽ വൺ വിച്ച് ഇസ് ദ പെർഫെക്റ്റ് വൺ, ആൻഡ് സെക്കൻഡ് വൺ ഇസ് ദ വാട്ട് വി ക്യാൻ സീ, ദ വിർച്വൽ വൺ, കാണാൻ പറ്റുന്ന ഒന്ന്, തൊടാൻ പറ്റുന്ന ഒന്ന്, നമ്മൾ കേൾക്കുന്നത്, നമ്മൾ കാണുന്നത്, അത്തരത്തിലുള്ള ഒരു റിയാലിറ്റി. അപ്പോൾ ഈ രണ്ട് റിയാലിറ്റിയിലുമാണ്, ഈ ഡ്വൽ റിയാലിറ്റിയിലാണ് പ്ലേറ്റോ ബിലീവ് ചെയ്തിരുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്ന തിയറി ഓഫ് ഐഡിയാസ് എന്ന് പറയുന്ന പ്ലേറ്റോയുടെ കോൺസെപ്റ്റ്. സോ പ്ലേറ്റോ സേസ് ഇൻ ദിസ് പെർട്ടിക്കുലർ തിയറി ആസ് സച്ച്, ഐഡിയ ഇസ് ദ അൾട്ടിമേറ്റ് റിയാലിറ്റി. ഏറ്റവും ബേസിക് ആയിട്ടുള്ള, ഏറ്റവും റിയൽ ആയിട്ടുള്ള, യാഥാർത്ഥ്യത്തിലുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ആശയമാണ്, ഐഡിയയാണ്. അതിന് അദ്ദേഹം എക്സാമ്പിളായിട്ട് എടുത്തിട്ടുള്ളത് ചെയറിനെയാണ്. എ ചെയർ, ഇഫ് വൺ കാർപ്പൻറ്റർ ഇസ് ബിൽഡിംഗ് ഓർ ഇഫ് ഹി ഈസ് കൺസ്ട്രക്റ്റിംഗ് എ ചെയർ, ദ ഐഡിയ ഓഫ് ദ ചെയർ വാസ് ദ പെർഫെക്റ്റ് വൺ, ആൻഡ് വാട്ട് ഹി ക്രിയേറ്റ്സ് is just the copy of it. നമ്മളൊരു ചിത്രം വരയ്ക്കുന്നതിന് മുൻപ് ഒരു ചിത്രകാരൻ്റെ മനസ്സിൽ ആണ് ആ ചിത്രം ആദ്യം രൂപം കൊള്ളുക.
അപ്പോൾ ഒരു ചിത്രത്തിൻ്റെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള റിയൽ ആയിട്ടുള്ളത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഇൻ ദ മൈൻഡ്, ഇറ്റ്സ് ഇൻ ദ ഐഡിയ. ആൻഡ് വാട്ട് ഹി പെയിൻറ്റ്സ്, വാട്ട് ഹി ഡ്രോസ്, വാട്ട് എ സ്കൾപ്ചർ ബിൽഡ്സ്, വാട്ട് ഹി കൺസ്ട്രക്ട്, what a writer puts into his paper, that is just the copy of what he has inside. റിയൽ ആയിട്ടുള്ള ഈ ഐഡിയയുടെ, മനസ്സിലുള്ള ഈ ഐഡിയയുടെ വെറും ഒരു കോപ്പിയാണ് പിന്നീട് സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കലയെക്കുറിച്ചുള്ള കോൺസെപ്റ്റ് ഒന്ന് കാണാം. കലയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. ഒരു 2 സ്റ്റേജിലായിട്ടാണ് നമ്മളത് മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഒന്ന്, ഐഡിയ ഇസ് ദ അൾട്ടിമേറ്റ് റിയാലിറ്റി. ഐഡിയ ആണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള റിയാലിറ്റി. അപ്പോൾ ഉദാഹരണത്തിന് നമുക്കൊരു മരം എടുക്കാം. മരം, എ ട്രീ. ദ കോൺസെപ്റ്റ് ഓഫ് ദ ട്രീ ഇസ് ഇൻ ദ മൈൻഡ്, ഇറ്റ് ഈസ് ഇൻ ദ ഐഡിയ. ആൻഡ് വാട്ട് വി സീ, നമ്മൾ കൺമുന്നിൽ കാണുന്ന ഒരു മരം എന്ന് പറയുന്നത് അതെന്താണ്? അത് ഈ ഐഡിയയുടെ ഒരു കോപ്പി മാത്രമാണ്. അപ്പോൾ റിയാലിറ്റിയിൽ നിന്നും അത് ഒരു തവണ മാറ്റം സംഭവിച്ചു കഴിഞ്ഞു. ആൻഡ് when a kid or when a painter draws the picture of a tree, കൺമുന്നിൽ കാണുന്ന വേരുകളൊക്കെയുള്ള ചില്ലകളൊക്കെയുള്ള ഈ മരത്തിൻ്റെ ചിത്രം ഒരാൾ വരയ്ക്കുമ്പോൾ അതാ റിയലായിട്ടുള്ള മരത്തിൽ നിന്നും ഒരു തവണയും കൂടി മാറ്റം സംഭവിച്ചു കഴിഞ്ഞു. രണ്ടാമതൊരു തവണയും കൂടെ റിയാലിറ്റിയിൽ നിന്നും മാറ്റപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ചിത്രം എന്ന് നമ്മൾ ഈ കാണിച്ചു തരുന്ന കലയെ ഇങ്ങനെ ആൾക്കാർ ഒരുപാട്, ആസ് വി നോ ദാറ്റ് അഥീനിയൻ ആർട്ടും ആർക്കിടെക്ചറും ഒക്കെ എല്ലാം അതിൻ്റെ പെർഫെക്ഷനിൽ നിൽക്കുന്ന ഒരു ടൈമിലാണ് പ്ലേറ്റോ ആർട്ടിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്, പ്ലേറ്റോ ആർട്ടിനെ വിലയിരുത്തുന്നത്, അനലൈസ് ചെയ്യുന്നത്, ആർട്ടിലുള്ള പാകപ്പിഴകളെ. അപ്പോൾ ഈ വരച്ചു വെച്ചിരിക്കുന്ന മരം എന്ന് പറയുന്നത് 2 തവണ റിയാലിറ്റിയിൽ നിന്ന് മാറ്റം സംഭവിച്ചതാണ്. ദാറ്റ്സ് വൈ ഇറ്റ് വിൽ ബി ആൻ ഇംപെർഫെക്റ്റ് വൺ എന്നാണ് പ്ലേറ്റോ പറയുന്നത്. ആർട്ട് ആസ് ഇൻ ഡിഫറെൻറ്റ് വേ. ആർട്ട് ഇൻ കളേഴ്സ്, ഹി മെൻഷൻസ് അബൌട്ട് പെയിൻറ്റിങ്. ആർട്ട് ഇൻ വേർഡ്സ്, ഹി മെൻഷൻസ് അബൌട്ട് ലിറ്ററേച്ചർ. ആൻഡ് ആർട്ട് ഇൻ സ്റ്റോൺസ്, ദാറ്റ് ഹി സ്പീക്സ് അബൌട്ട് സ്കൾപ്ചേഴ്സ്. അപ്പോൾ ഇതിലൊക്കെ കാണുന്നത്, ആർക്കിടെക്ചറിലാണെങ്കിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത് മനോഹരമായിട്ടുള്ള ഇത്തരം കൊത്തുപണികളും ശില്പങ്ങളും ഒക്കെ തന്നെയാണ്. അപ്പോൾ ഈ പണിത് വെച്ചിരിക്കുന്നതിൻ്റെ യഥാർത്ഥ രൂപം എവിടെയാണുള്ളത്? ദ പെർഫെക്റ്റ് വേൾഡ് ലൈസ് ഇൻ ദ മൈൻഡ്, ഇറ്റ് ഈസ് ഇൻ ദ ഐഡിയ. അത് അവിടെ പണിയുന്നതിന് മുന്നേ അയാളുടെ മനസ്സിലുണ്ടായിട്ടുള്ള ഐഡിയ ആണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളത്. അത് അയാൾ പണിത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഒരു തവണ റിയാലിറ്റിയിൽ നിന്ന് മാറ്റം സംഭവിച്ചു കഴിഞ്ഞു. ഇറ്റ് ഈസ് വൺസ് റിമൂവ്ഡ് ഫ്രം ദ റിയാലിറ്റി. And one poet, if he speaks about, if he praises this beautiful architecture, wow, such a grand architecture that I've seen, എന്ന് പറഞ്ഞ ഒരാൾ മനോഹരമായിട്ട് അതിനെക്കുറിച്ചൊരു കവിത പാടുകയോ അതിൻ്റെ ഒരു ചിത്രം ഒരാൾ വരച്ചു വയ്ക്കുകയോ ചെയ്യുമ്പോൾ അതെന്തായി മാറി? അത് ഒരു തവണയും കൂടെ റിയാലിറ്റിയിൽ നിന്നും മാറ്റം സംഭവിച്ച് കഴിഞ്ഞതായി മാറി. ഇറ്റ് വിൽ ബി ട്വൈസ് റിമൂവ്ഡ് ഫ്രം ദ റിയാലിറ്റി. മുന്നിൽ കാണുന്ന കോൺക്രീറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു തവണ മാറ്റം സംഭവിച്ചതാണെങ്കിൽ അതിൽ നിന്ന് വീണ്ടും മാറ്റം സംഭവിച്ചതായി മാറും ഈ കല എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കല മനുഷ്യരെ റിയാലിറ്റിയിൽ നിന്നും അകറ്റി നിർത്തും, അവരെ ഇംപെർഫെക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അവരെ മിസ്ലീഡ് ചെയ്യുമെന്നാണ് പ്ലേറ്റോ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ കലയ്ക്ക് ആവശ്യമായ 2 മാനദണ്ഡങ്ങൾ, 2 ഫങ്ഷൻസ് പ്ലേറ്റോ എടുത്തു പറയുന്നു. through which he had judged all the human endeavors, the 2 functions of art. These 2 functions should be advocated by art, otherwise the art is not at all accepted എന്നാണ് പ്ലേറ്റോ പറഞ്ഞിട്ടുള്ളത്. ഏതാണ് ഈ 2 കാര്യങ്ങൾ കല ചെയ്യേണ്ടത്? സംഗീതമായിക്കോട്ടെ, നൃത്തമായിക്കോട്ടെ, പെയിൻറ്റിംഗ് ആയിക്കോട്ടെ, ഒരു മനോഹരമായിട്ടുള്ള ശില്പമായിക്കോട്ടെ, ഒരു നല്ല കവിതയായിക്കോട്ടെ, ഒരു കഥയായിക്കോട്ടെ, ഡ്രാമയായിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, അത് ചെയ്യേണ്ട 2 ധർമ്മങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ, ടു മോൾഡ് എ ക്യാരക്ടർ. ഒരു വ്യക്തിയെ നന്നാക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം, കമ്മിറ്റ്മെൻറ്റ് എന്തിനുണ്ട്? കലയ്ക്കുണ്ട്. രണ്ടാമത്, for the well-being, to promote the well-being of the state. State he means country,
ആസ് വി മെൻഷൻ, ഗ്രീക്ക് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് കൺട്രി സ്റ്റേറ്റ് ആയിട്ടാണ്, സിറ്റി സ്റ്റേറ്റ് ആയിട്ടാണ് അവർ റൂൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഹി വാസ് ഇൻ ഏതൻസ്. സോ സ്റ്റേറ്റിൻ്റെ വെൽബീയിങ്ങിന്, നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉള്ളതായിരിക്കണം കല. അത് രണ്ടാമത്തെ ഫങ്ഷൻ. ഒന്നാമത്തെ ഫങ്ഷൻ ഒരു വ്യക്തിയെ നന്നാക്കുന്നതിന് ഉതകുന്നതായിരിക്കണം കല. ഇത് രണ്ട് ഫങ്ഷനും ചെയ്തില്ലേ, ദാറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ആർട്ട്. അതാണ് പ്ലേറ്റോയുടെ കാഴ്ചപ്പാട്. ബിക്കോസ് ഹി ബിലീവ്ഡ് ഇൻ ദാറ്റ് റിയാലിറ്റി, ഇൻ ദാറ്റ് ടു റിയാലിറ്റി. ദർ ഈസ് വൺ ഐഡിയൽ വേൾഡ് ആൻഡ് ദർ ഈസ് വൺ റിയൽ വേൾഡ്ലി വേൾഡ്. And this ideal world, it is the perfect one, it is the ultimate reality, and what we see outside, it's just the copy of it. നമ്മൾ മുന്നിൽ കാണുന്ന ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഈ പക്ഷികളും മരങ്ങളും ചെടികളും മനുഷ്യരും എല്ലാം എന്ത് മാത്രമാണ്? നമ്മളുടെ മനസ്സിലുള്ള ഒരു ഐഡിയയുടെ കോപ്പി മാത്രമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് എന്ത് വേണം? നമ്മളുടെ ലൈഫിനെ ലൈഫ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഫിലോസഫി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ a kind of striving towards perfection. We can see the same concept in Rabindranath Tagore in his Geetanjali. Life, it should be a struggle to perfection, because we all live in a kind of imperfection. അപ്പോൾ പെർഫെക്ഷനിലേക്കുള്ള ഒരു യജ്ഞമായിരിക്കണം ജീവിതം എന്ന് പറയുന്നത്. ആ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ടാണ് പ്ലേറ്റോ പറയുന്നത് നമ്മൾ പെർഫെക്റ്റ് അല്ല. ബിക്കോസ് വാട്ട് വി സീ ഹിയർ, ഓൾ ദീസ് തിങ്സ് ആർ ഇംപെർഫെക്റ്റ്. അപ്പോൾ അതിനെ പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരിക. പെർഫെക്റ്റ് ആക്കാൻ പറ്റുമോ അറിയില്ല, പക്ഷെ അതിനുവേണ്ടി സ്ട്രൈവ് ചെയ്യുക. ആ സ്ട്രൈവാണ് വേണ്ടത്. അത് ആര് പ്രൊവൈഡ് ചെയ്യണം? അത് എന്തിലൂടെ പ്രൊവൈഡ് ചെയ്യണം? ചുറ്റും കാണുന്ന എല്ലാത്തിലൂടെയും പ്രൊവൈഡ് ചെയ്യണം, ത്രൂ ആർട്ട് ഓൾസോ. അപ്പോൾ കലയെക്കുറിച്ചുള്ള ഇദ്ദേഹത്തിൻ്റെ വ്യൂ ഇതായിരുന്നു. ആർട്ട് എന്ന് പറയുന്നത് ഇംപെർഫെക്റ്റ് ആണ്. ഒരു തവണയല്ല, 2 തവണ. ഇറ്റ് ഈസ് ട്വൈസ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി. ഇറ്റ് ഈസ് ദ കോപ്പി ഓഫ് കോപ്പി. വെറും കോപ്പി, ഒരു തവണയല്ല കോപ്പി ഓഫ് കോപ്പി. ഇറ്റ് ഈസ് കോപ്പീഡ് ഫ്രം ദ റിയാലിറ്റിയിൽ നിന്ന് കോപ്പി ചെയ്തിട്ടുള്ള കോൺക്രീറ്റ് ഒബ്ജക്റ്റിൽ നിന്ന് വീണ്ടും കോപ്പി ചെയ്തിട്ടാണ് നമ്മൾ കലയിൽ കാണുന്നത്. ഡെഫിനറ്റ്ലി ഒരു വ്യക്തി നാശമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാടിന് മുഴുവൻ അത് നാശമായിട്ട് ഭവിക്കും. അതുകൊണ്ട് അദ്ദേഹം ആ 2 ഫങ്ഷൻസിനെ കുറിച്ച് പറയുന്നത്, ടു മോൾഡ് ദ സിറ്റിസൺ ആസ് വെൽ ആസ് ടു പ്രൊമോട്ട് ദ വെൽബീയിങ് ഓഫ് ദ സ്റ്റേറ്റ്. ഇത് വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള കാഴ്ചപ്പാടെല്ലാം അദ്ദേഹം ജഡ്ജ് ചെയ്ത് പോകുന്നത്. ദാറ്റ്സ് വൈ വി ക്യാൻ സീ ദാറ്റ് ഹി അറ്റാക്ക് പോയട്രി. സോ ലെറ്റ്സ് ഗോ ത്രൂ ദ ചാർജസ് he put forward against poetry or poets. Why? What is the reason? It's because of the 3 reasons which is stated here. ഈ പറയുന്ന 3 കാര്യങ്ങൾ കൊണ്ടാണ് അദ്ദേഹം പോയറ്റ്സിന് യാതൊരു സ്ഥാനവും, അല്ലെങ്കിൽ കവികൾ ആൾക്കാരെ വഴിതെറ്റിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നതിൻ്റെ റീസണൊക്കെ ഇവിടെയാണ് കൊടുക്കുന്നത്. 3 വ്യക്തമായ കാരണങ്ങൾ. ആസ് വി മെൻഷൻ, ഈസ് എ റാഷണലിസ്റ്റ്. ഹി ഹാഡ് ജഡ്ജ്ഡ് എവറിത്തിങ് വിത്ത് ദ ട്രൂത്ത് ഓഫ് റീസൺ. യുക്തിപരമായിട്ടാണ് ഓരോ കാര്യങ്ങളെയും അദ്ദേഹം അനലൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ദാറ്റ് ഈസ് പോയറ്റിക് ഇൻസ്പിറേഷൻ. പോയറ്റിക് ഇൻസ്പിറേഷൻ എന്താണ് പോയറ്റിക് ഇൻസ്പിറേഷൻ കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? വേർഡ്സ്വർത്തിൻ്റെ മനോഹരമായിട്ടുള്ളൊരു ഡെഫിനേഷൻ നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട്. പോയട്രി ഈസ് ദ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഇമോഷൻസ് റികളക്റ്റഡ് ഇൻ ട്രാങ്ക്വിലിറ്റി. വളരെ ശാന്തമായൊരു നിമിഷത്തിൽ മനസ്സിലേക്ക് നിർഗളം പ്രവഹിക്കുന്ന ഒന്നായിരിക്കണം എന്ത്? കവിത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ കവിത എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ആയിരിക്കണം. കവിത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏതൊരു സാഹിത്യ സൃഷ്ടിയും ഒരാൾ എഴുതുമ്പോൾ, അല്ലെങ്കിൽ ഒരു പെയിൻറ്റർ പെയിൻറ്റ് ചെയ്യുമ്പോൾ, ആൻഡ്രിയ ഡെൽ സാത്തോയൊക്കെ വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും. ഹി ഏർജസ് ഫോർ എ കൈൻഡ് ഓഫ് ഡിവൈൻ ഇൻസ്പിറേഷൻ. ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടിട്ടാണ് അവരത് ചെയ്യുന്നത്. ഒരു മൊമെൻറ്റിൽ ചിലപ്പോൾ കൺമുന്നിൽ കണ്ടൊരു കാഴ്ചയാവാം, സോളിറ്ററി റീപ്പർ. കൺമുന്നിൽ കണ്ട ഒരു മനോഹരമായിട്ടുള്ളൊരു പൂവ് വീണ് കിടക്കുന്നത് കണ്ടപ്പോൾ അതിലേക്ക് ചിന്ത മുഴുകി അതിൽ നിന്നും ഒരു ജീവിതത്തിൻ്റെ ഫിലോസഫിയെക്കുറിച്ച് പറഞ്ഞ ആശാൻ്റെ കവിത പോലെ ആവാം. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, പോയറ്റ്സ് ദേ റൈറ്റ്സ് ഫ്രം ഇൻസ്പിറേഷൻ. ഒരു നിമിഷത്തിൻ്റെയോ ഒരു സംഭവത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഫീലിങ്ങിൻ്റെയോ ഒക്കെ ഒരു പ്രചോദനം കൊണ്ട്, ഒരു മൊമെൻ്ററി ആയിട്ടുള്ള ഇൻഫ്ലക്സോട് കൂടിയിട്ടാണ് ഓരോ കവികളും കവിത എഴുതുന്നത്. അങ്ങനെ ഒരു മൊമെൻറ്റിൻ്റെ ഇൻസ്റ്റിങ്ക്റ്റിൽ കവിത എഴുതുമ്പോൾ അവിടെ റീസൺ ഉണ്ടാകുമോ എന്നാണ് പ്ലേറ്റോ ചോദിക്കുന്നത്. സോ ക്യാൻ വി കൺസിഡർ പോയറ്റ്സ് ആസ് സേഫ് ഗൈഡ്സ്? നമുക്കൊക്കെ ദേഷ്യം വരാറുണ്ടല്ലോ അല്ലേ? ചിലപ്പോഴൊക്കെ ദേഷ്യം വന്നു കഴിയുമ്പോൾ നമ്മൾ പറയും, അത് പെട്ടെന്ന് ദേഷ്യം വന്നുകൊണ്ടാണ്, എനിക്ക് മനസ്സിലൊന്നും ഉണ്ടായില്ല എന്ന് പറയും.
ഒരു റീസണും ഇല്ലാതെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ദേഷ്യത്തെ ന്യായീകരിക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറയുന്ന പോലെ തന്നെ ഒരു നിമിഷത്തിൻ്റെ ഫീലിങ്ങിലാണ് കവികൾ കവിത എഴുതുന്നതെങ്കിൽ അതിൽ യുക്തി ഉണ്ടാകില്ല എന്നാണ് പ്ലേറ്റോ പറഞ്ഞത്. സോ ലെറ്റ്സ് ഗോ ത്രൂ ദാറ്റ് ഫസ്റ്റ് പോയിന്റ്. The poet writes not because he has thought long over what he has to say, but because he is inspired. ചില ആൾക്കാർ പറയില്ലേ, ഞാൻ മനസ്സിലൊന്നും ഉദ്ദേശിച്ചിട്ടല്ല ഇങ്ങനെ പറഞ്ഞത്, പെട്ടെന്ന് പറഞ്ഞു പോയതാ. അപ്പം അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നവരാണ് കവികൾ. അപ്പോൾ എന്തുണ്ടാവില്ല, ഒരുപാട് ചിന്തിച്ചിട്ടാവില്ല അവർ പറയുന്നുണ്ടായിരിക്കും. ഇറ്റ്സ് ജസ്റ്റ് ബിക്കോസ് ദേ ആർ ഇൻസ്പയർഡ്. The muse suddenly fills him and makes him sing. Muse, the Greek goddesses, the power that fills one to sing, that enables one to write. ആ ഒരു കഴിവിനെ ഉദ്യോതിപ്പിക്കുന്ന ആ ഒരു ഘടകം മ്യൂസ്, അത് വന്ന് നിറയുമ്പോഴാണ് ആ ഒരു ഡിവൈൻ ഇൻസ്പിറേഷനാണ് ഓരോരുത്തർ എഴുതുന്നത്. Can such a sudden outpouring of the soul can be a reliable substitute for truths based on reason? അപ്പോൾ ഇങ്ങനെ ഒരു പെട്ടെന്നുണ്ടായിട്ടുള്ളൊരു ഫീലിങ്ങിൽ എഴുതുന്ന കവിതയോ കലയോ വെച്ചുകൊണ്ട് നമുക്ക് സത്യത്തെയും ന്യായത്തെയും ഒക്കെ കൊണ്ടുവരാൻ പറ്റുമോ? റീസൺ, യുക്തിക്ക് അവിടെ സ്ഥാനം ഉണ്ടാകുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. Often no doubt the poet's utterances contain a profound truth, but this appears only when they have been subjected to a further test, the test of reason. Of course, he says that definitely poet speaks about truth. ഇപ്പോൾ കുമാരനാശാൻ്റെ വീണപൂ എന്ന് പറയുന്ന കവിതയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വി ക്യാൻ സീ ദാറ്റ് ഓക്കെ, വീണ് കിടക്കുന്ന പൂവാണ് എങ്കിൽ പോലും ആ പൂവിലൂടെ ഒരു ഫെമിനൈനായിട്ടുള്ളൊരു ജെൻഡറാണ് അവിടെ ആട്രിബ്യൂട്ട് ചെയ്യുന്നത് കുമാരനാശൻ, അല്ലേ? രാജ്ഞി കണക്കി എന്നൊക്കെ പറയുന്നുണ്ട്. ബ്യൂട്ടിഫുള്ളായിട്ട്, അല്ലെങ്കിൽ എലജി റിട്ടേൺ എ കൺട്രി ചേർച്ച എന്ന് പറയുന്ന ഒരു പോയത്തിൽ, അല്ലെങ്കിൽ ഓട്ട് ഓട്ടം എന്ന് പറയുന്ന കീറ്റ്സിൻ്റെ മനോഹരമായിട്ടുള്ള കവിതയിലൊക്കെ നമുക്ക് ലൈഫ് എന്ന് പറയുന്നതിൻ്റെ ഡിഫറെൻറ്റ് സീസൺസിലൂടെ കടന്നു പോയിട്ട് അവസാനം ഓട്ടം സീസണിൽ എത്തി നിൽക്കുകയാണ്. സോ പോയറ്റ് സ്പീക്സ് അബൌട്ട് ഹ്യൂമൻ ലൈഫ് ഇൻ ജനറൽ. പോയറ്റിൻ്റെ തന്നെ കീറ്റ്സിൻ്റെ തന്നെ ലൈഫിൻ്റെ ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള മൊമെൻറ്റിനെ കുറിച്ച്, അധികം വൈകാതെ രാത്രിയാകും എന്ന് പറയുന്ന ആ ഒരു ടൈമിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള, അല്ലേ? രണ്ട് ഭാഗവും പറയുന്നുണ്ട്, ഒരു കോയിൻ്റെ രണ്ട് സൈഡും പറയുന്നുണ്ട്. ഓട്ടം സീസൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏൻഷ്യൻ ടേം ആയിട്ടുള്ള ഹാർവെസ്റ്റ്, ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ടൈം, ഏറ്റവും മെച്യൂർഡ് ആയിട്ടുള്ള ടൈമിനെ കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ വേറൊരു കൊളോക്കിയലായിട്ടുള്ള ടേമായിട്ടുള്ള ഫോളിനെ കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. പൊഴിയാറായി, ഇല പൊഴിഞ്ഞ് തുടങ്ങുന്ന സമയമാണ്, അതായത് മരണം അടുക്കാറായി എന്നുള്ള ആ ഒരു അദ്ദേഹത്തിൻ്റെ ലൈഫിനെ ഓട്ടോബയോഗ്രഫിക്കലായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ടൈമായിട്ടും കൂടെ ഓട്ടത്തിനെ ആട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി ഇറ്റ്സ് ഓക്കെ ദാറ്റ് പോയറ്റ് സ്പീക്സ് അബൌട്ട് എ പ്രൊഫൗണ്ട് ട്രൂത്ത്. മരണത്തെക്കുറിച്ച് പറയുന്നതൊക്കെ സത്യമാണ്. മരണം എന്ന് പറയുന്നത് റിച്ചോ പൂറോ നോക്കിയിട്ടൊന്നല്ല വരുന്നത്, അല്ലെങ്കിൽ ഓക്കെ ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആണോ അൺഎഡ്യൂക്കേറ്റഡ് ആണോ ഫെയർ ആണോ നോക്കിയിട്ടല്ല മരണം വരുന്നത്. മരണം എല്ലാവരെയും ഒരുപോലെ തന്നെ കൊണ്ടുപോകുന്നു എന്നുള്ള ചില സത്യങ്ങളെയൊക്കെ, ജീവിതത്തെക്കുറിച്ച്, അമ്മ എന്ന സത്യത്തെക്കുറിച്ച്, സ്നേഹം എന്നതിനെക്കുറിച്ചൊക്കെ കവികൾ പറയുന്നത് ശരിയായിരിക്കാം. അപ്പം അങ്ങനെയാകുമ്പോൾ അവരെയൊക്കെ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? യുക്തിയുടെ സ്ട്രാറ്റജീസ് വെച്ച് പരിശോധിക്കേണ്ടതായിട്ട് വരും. കാരണം എന്താ? അവരൊക്കെ എഴുതുന്നത് എന്ത് ബേസ് ചെയ്തിട്ടാണ്? ഇൻസ്പിറേഷൻ വെച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇൻസ്പിറേഷനിലൂടെയാണ്, ഇൻസ്പയർഡ് ആയതുകൊണ്ടാണ് അവരൊക്കെ കവിത എഴുതുന്നത്. സോ ഇറ്റ് ഷുഡ് ഗോ ത്രൂ എ ടെസ്റ്റ് ഓഫ് റീസൺ. പറഞ്ഞതൊക്കെ ശരിയാണോ എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. എന്നാൽ എല്ലാവരും അങ്ങനെയാണോ അതിനെ ഉൾക്കൊള്ളുന്നത്? അല്ല. അന്നത്തെ കാലത്ത് നമ്മളിന്ന് ഒരു ഫിലിം സോങ് കേൾക്കുന്ന പോലെയാണ് അന്ന് ആളുകൾ കവിതകൾ വായിക്കുകയും അത് പാടി ഓറൽ ആയിട്ടാണ് കൂടുതലായിട്ടും പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിലെന്ത് ശരിയുണ്ടെന്ന് നോക്കിയിട്ടാണ് ഇതിങ്ങനെ പാടി പറഞ്ഞു പോകുന്നതെന്നുള്ളൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. By themselves they are not safe guides. So since it is evolved out of inspiration, they are not safe guides. It is not good for a citizen to follow it because it won't mold a character. Poetry therefore cannot take the place of philosophy. Guided chiefly by the impulse of the moment instead of cool deliberation like philosophy, it cannot be relied upon to make the individual a better citizen and the state a better organization. There were therefore to be no poets in the ideal commonwealth envisaged in the republic unless they happen to be those who compose hymns to the gods and panegyrics on famous men. The republic എന്ന് പറയുന്ന പ്ലേറ്റോയുടെ വർക്കിൽ ഒരു ഐഡിയൽ കോമൺവെൽത്ത്, വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ പോയറ്റ്സിന് സ്ഥാനമില്ല എന്ന് അദ്ദേഹം പറയുന്നതിൻ്റെ റീസൺ ഇത് രണ്ടുമാണ്. അതായത് അവർ സേഫ് ഗൈഡ്സ് അല്ല,
അവർ ഇൻസ്പയർഡ് ആയിട്ടാണ് കവിത എഴുതുന്നത്. അവിടെ റീസണ് സ്ഥാനമില്ലെങ്കിൽ എങ്ങനെ അവർക്ക് യുക്തിപരമായിട്ട് ചിന്തിച്ചിട്ടല്ല ഒരു കവിയും കവിത എഴുതുന്നതെങ്കിൽ എങ്ങനെ ആളുകളെ സ്വാധീനിക്കാനായിട്ട് സാധിക്കും? എങ്ങനെ ഒരു വ്യക്തിയെ സ്വാധീനിക്കാൻ കഴിയാത്ത കല ഒരു നാടിനെ നന്നാക്കാനായിട്ട് മുതിരും എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അൺലെസ് എങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ, എങ്ങനെയുള്ള കവികളാണെങ്കിൽ അവർക്ക് സ്ഥാനം കൊടുക്കാം എന്ന് അദ്ദേഹം പറയുന്നു. വൺ ഇസ് ദോസ് ഹു കമ്പോസ് ഹിംസ് ടു ദ ഗോഡ്സ്, ദൈവസ്തുതികളും കീർത്തനങ്ങളും എഴുതുന്ന ആൾക്കാരാണെങ്കിൽ. ബിക്കോസ് അവിടെ വളരെ ഉദാത്തമായിട്ടുള്ളൊരു സങ്കല്പം ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. ഐഡിയൽ, അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ് ഐഡിയൽ ആയിട്ടുള്ളതിലൊന്നാണ് ദൈവം എന്ന് പറയുന്നത്. ഹി കമ്പയർസ് ഐഡിയൽ ടു ഗോഡ്. സോ ഗോഡ്സിനെ കുറിച്ച് എഴുതുന്ന കീർത്തനങ്ങൾ ഓക്കെ. ഓർ പാനജറിക്സ് മീൻസ് വീരഗാഥകൾ, പ്രൈസസ് ഓഫ് ഹീറോസ് ഓർ ഓഫ് ഗോഡ്ലി മാൻ, വിജയിച്ചിട്ടുള്ള ആൾക്കാരുടെ ഹീറോസിൻ്റെ സ്റ്റോറീസ്. അവിടെ ഹീറോസ് എപ്പോഴും വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, വളരെ ഐഡിയൽ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അത്തരത്തിലുള്ള ഫേമസ് മാനിനെ കുറിച്ചിട്ടുള്ള പാനജറിക്സ് ഓർ ഈ പറയുന്ന വീരകഥകളും സ്തുതി കീർത്തനങ്ങളും സ്തുതിപ്പുകളും ഒക്കെ സ്വീകാര്യമാണ്. കാരണം അതെല്ലാം ചിന്തിച്ച് മനോഹരമായി ആലോചിച്ച് എഴുതിയവയാണ്. അതല്ലാതെയുള്ള ഒന്നിനും സ്ഥാനമില്ല. അത് പറയുന്നതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. പോയട്രിയേക്കാളും എന്തുകൊണ്ടും സുപ്പീരിയർ ആയിട്ടുള്ള ഒന്നാണ് ഫിലോസഫി. ബിക്കോസ് in philosophy it deals with reason. Everything is rationally analyzed. We are not saying something with inspiration. ഇൻസ്പിറേഷനിലുപരി റാഷണലിസം ഓർ റീസണിങ് അവിടെ നടക്കുന്നുള്ളത് കൊണ്ട് തന്നെ ഫിലോസഫി എന്തുകൊണ്ടും പോയട്രിയേക്കാളും സുപ്പീരിയർ ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. And let's move on to the second attack on poetry, the emotional appeal of poetry. ഇമോഷണൽ അപ്പീൽ ഓഫ് പോയട്രി. ഒരു നല്ല മനോഹരമായിട്ടുള്ളൊരു ചിത്രം കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലൊരു വല്ലാത്തൊരു സന്തോഷം ഉണ്ടാവും. അതിലുപരി ആ ചിത്രത്തിൻ്റേതായിട്ടുള്ള പെയിൻറ്റിങ്ങിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളോ അല്ലെങ്കിൽ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന കളറുകളോ അല്ലെങ്കിൽ അതിൻ്റെ ബ്രഷിൻ്റെ ലൈനുകളോ സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങളിലേക്കാവില്ല അതിൻ്റെ ചിന്ത പോവുക. ആദ്യം ആ ചിത്രം മനോഹരമായിട്ട് ആസ്വദിക്കാനായിരിക്കും തോന്നുന്നുണ്ടായിരിക്കുക. അല്ലെങ്കിൽ നല്ല ഗാനം കേൾക്കുമ്പോഴും നല്ല കവിത കേൾക്കുമ്പോഴൊക്കെ ഇതേപോലെ തന്നെ മനസ്സിനെ ആയിരിക്കും കൂടുതൽ സ്വാധീനിക്കുക ദാൻ ദ ലോജിക്കൽ മൈൻഡ് ഓർ ദാൻ ദ ഇൻ്റലക്ച്വൽ മൈൻഡ്. That was the second attack that he made on poetry. Plato's next charge against poetry arises from its appeal to the emotions. Being a product of inspiration, it affects the emotions rather than reason, the heart rather than the intellect. അപ്പോൾ കവിത, മനോഹരമായിട്ടുള്ളൊരു കവിത, അത് സ്വാധീനിക്കുന്നത് എപ്പോഴും ഇമോഷനെ ആയിരിക്കും, ഒരാളുടെ ഇമോഷനെ ആയിരിക്കും, അയാളുടെ ഹൃദയത്തെ ആയിരിക്കും, അയാളുടെ ചിന്തയെ ആയിരിക്കില്ല. As an art too, with beauty of form added to the original inspiration, it does the same. Its pictures of life, therefore of characters, scenes or situations, overpower the emotions and hold the reason prisoner. അതിലുപയോഗിക്കുന്ന കഥാപാത്രങ്ങൾ, കഥകൾ, അതുപോലെ തന്നെയുള്ള സെറ്റിങ്ങുകൾ, ഇമോഷൻസ് എല്ലാം തന്നെ റീസണെ പ്രിസണറാക്കി വയ്ക്കും, യുക്തിയെ ബന്ധനസ്ഥനാക്കി വയ്ക്കും. പകരം എന്തുണരും? ഇമോഷൻ മാത്രം, വികാരം മാത്രം വരും. ചിരിക്കുകയോ കരയുകയോ അത്തരത്തിലുള്ള വികാരങ്ങൾക്ക് മാത്രം സ്ഥാനമുള്ളതായിട്ട് തീരും, യുക്തിക്ക് സ്ഥാനമില്ലാതെയായി പോകും. Now emotions, being just impulses of the moment like the poetic inspiration mentioned above, cannot be such safeguards as reasons, which considers everything coolly before allowing itself to move in any direction. Plato illustrates this with reference to the tragic poetry of his age, in which weeping and wailing were indulged to the full to move the hearts of the spectators. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഇമോഷണൽ അപ്പീൽ എന്ന് പറയുന്ന ഭാഗത്ത് പ്രധാനമായിട്ടും എടുത്തു പറയുന്നതിൻ്റെ റീസൺ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ട്രാജഡി എന്ന് പറയുന്ന ആ ഒരു ഡ്രമാറ്റിക് ആർട്ട് ഫോമിൽ ഉപയോഗിച്ചിരുന്ന എക്സസീവായിട്ടുള്ള വീപ്പിംഗ് ആൻഡ് വെയിലിംഗ് കാരണമാണ്. ആളുകളുടെ ഇമോഷനെ പിടിച്ചിരുത്താൻ, അല്ലെങ്കിൽ ആളുകളെ പിടിച്ചിരുത്താനും അവരെ ഇമോഷണലി ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കാനുമായിട്ട് ഓവറായിട്ട് വീപ്പിങ്ങും വെയിലിങ്ങും ഒക്കെ, കരച്ചിലും നിലവിളികളും ഒക്കെ ട്രാജഡിയിൽ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഇത് കാണാൻ ചെന്നിരിക്കുന്ന ആൾക്കാരെന്ത് ചെയ്യുന്നു? അവരും കൂടെ കരയുകയും സങ്കടപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു.
അപ്പോൾ ഇത്തരത്തിൽ ആൾക്കാരെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ തരത്തിലുള്ള മിസ്ലീഡിങ്, റീസണബിൾ അല്ലാത്ത തരത്തിലുള്ള ഇമോഷൻസിനെയൊക്കെ കാണിക്കാനായിട്ട് തുടങ്ങിയത്, ഒരു പ്രഹസനം എന്നോണം കാണിക്കാനായിട്ട് തുടങ്ങിയത്. Only a few, he complains, in the Republic can realize the baneful effects of this. For if we let our own sense of pity grow strong by feeding upon the griefs of others, it is not easy to restrain in the case of our own sufferings. അദ്ദേഹം ഇതിനെ എതിർക്കുന്നതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ ഈ പറയുന്ന ട്രാജഡിയിൽ വീപ്പിങ്ങും വെയിലിങ്ങും ഒക്കെ കാണുന്നത് കൊണ്ട് സ്പെക്ടേറ്റേഴ്സിന് എന്താണ് ദോഷം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് റിപ്പീറ്റഡ്ലി കാണുന്ന ആൾക്കാർക്ക് സ്വന്തം ഇമോഷൻസിനെ റിസ്ട്രെയിൻ ചെയ്യാനായിട്ടുള്ള കഴിവ് നഷ്ടപ്പെടും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ചെറിയ കാര്യങ്ങളിൽ ഇത്രയും എക്സസീവായിട്ടുള്ള ഇമോഷൻസിനെ കാണിക്കുന്ന ഒരു കലയുണ്ടെങ്കിൽ അത് കണ്ടുവരുന്ന തലമുറ അവരവരുടെ ലൈഫിലെ വലിയ വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ അഭിമുഖീകരിക്കാനുള്ള, അതിനെ കൺട്രോൾ ചെയ്യാനുള്ള, റിസ്ട്രെയിൻ ചെയ്യാനുള്ള കഴിവില്ലാതെ അവിടെ അൺകൺട്രോളബിളായിട്ട് ഇമോഷനെ കൺട്രോൾ ചെയ്യാതെ റീസണബിളായിട്ട് തിങ്ക് ചെയ്യാതെയായിട്ട് മാറും. അങ്ങനെ ഓരോരുത്തരും മാറിക്കഴിയുമ്പോൾ ഓരോ കലയുടെ ഗുണം എന്തായിരിക്കണം, കലയുടെ ധർമ്മം എന്തായിരിക്കണം, ഒരു സിറ്റിസനെ മോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. ആ മോൾഡിങ് അവിടെ നടക്കാതെ വരികയും സിറ്റിയുടെ, കൺട്രിയുടെ ആ ഒരു വെൽഫെയർ അതും സംഭവിക്കാതെ പോവുകയും ചെയ്യും. മെല്ലെ ആ നാട് നശിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ ഒരു പെർഫെക്റ്റ് കോമൺവെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിലെ കല ഒരിക്കലും ഇങ്ങനെ എല്ലാം എക്സാജറേറ്റ് ചെയ്ത് കാണിക്കുന്ന ഒന്ന് ആയിരിക്കരുതെന്ന് അദ്ദേഹം പറയുന്നു. So finally, poetry fed and watered the passions instead of drying them up, and let them rule instead of ruling them as they ought to be ruled, with a view to the happiness and virtue of mankind. അപ്പോൾ മനുഷ്യൻ്റെ ഉള്ളിലെ ദുഃഖത്തെയും അവൻ്റെ ഈ പറയുന്ന സങ്കടങ്ങളെയും ഡ്രൈ ചെയ്ത് കളയേണ്ട, അതിനെയൊക്കെ അടക്കി നിർത്തേണ്ട കല അതിനെ വെള്ളമൊഴിച്ച് വളർത്തിക്കൊണ്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം കൺട്രോൾ ചെയ്യണം, എല്ലാം ഫേസ് ചെയ്യണമെന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ട കലയുടെ ധർമ്മത്തെ മറന്നുകൊണ്ട് ആ കല എന്ത് ചെയ്യുന്നു, അതിനൊക്കെ നശിപ്പിക്കുന്നു. കൂടുതലായിട്ടും ആളുകളെ ഇമോഷണലി മാത്രം ബെനിഫിറ്റഡ് ആക്കി മാറ്റുന്നു, അവരെ ഇൻ്റലക്ച്വലി തളർത്തിക്കളയുന്നു എന്നുള്ളൊരു വാദമാണ്, എന്നുള്ളൊരു ആർഗ്യുമെൻ്റാണ്, അറ്റാക്കാണ് അദ്ദേഹം രണ്ടാമതായിട്ട് പോയട്രിയെക്കുറിച്ച് പറയുന്നത്. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ തേർഡ് പോയിന്റ് ഓർ തേർഡ് അറ്റാക്ക് മെയ്ഡ് ബൈ പ്ലേറ്റോ അഗെയിൻസ്റ്റ് പോയട്രി, ദാറ്റ് ഇസ് ഇറ്റ്സ് നോൺ മോറൽ ക്യാരക്ടർ. ഇപ്പം നോൺ മോറൽ ക്യാരക്ടറിൽ ഇദ്ദേഹം പറയുന്നത്, നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് നന്മ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ലതുണ്ടാവാനും തിന്മ ചെയ്യുന്ന ആൾക്കാർക്ക് ദോഷം സംഭവിക്കാനും ഒക്കെ ആയിരിക്കും. അപ്പോൾ രണ്ടിനെയും ഒരുപോലെ കൊണ്ടുപോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ രണ്ടു പേർക്കും ഉണ്ടാവുന്ന, ചില സമയങ്ങളിൽ തെറ്റ് ചെയ്യുന്നവർ നന്നായിട്ട് ജീവിക്കുകയും ശരിയായിട്ട് നന്മ ചെയ്യുന്നവർക്ക് ദുരിതം സംഭവിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ അത് നമ്മളെ കൂടുതലായിട്ടും തെറ്റ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കില്ലേ എന്നുള്ള വളരെ ന്യായമായിട്ടുള്ളൊരു ചോദ്യമാണ് പ്ലേറ്റോ മൂന്നാമത്തെ ഭാഗത്ത് ചോദിക്കുന്നത്. ഇറ്റ്സ് നോൺ മോറൽ ക്യാരക്ടർ. അതായത് ട്രാജഡികൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, ട്രാജഡീസിൽ അന്നത്തെ കാലത്തെ, വീണ്ടും പറയുന്നു, ആ ഒരു ടൈമിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുണ്ടായിരുന്ന ആർട്ട് ഫോം എന്ന് പറയുന്നത് ഡ്രമാറ്റിക് ആർട്ട് ഫോമാണ്. ട്രാജഡിയും ഉണ്ട്, കോമഡിയും ഉണ്ട്. സോ ട്രാജഡിയിൽ കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത് വളരെ ഗുഡായിട്ടുള്ള ഒരു ക്യാരക്ടർ, ആ ക്യാരക്ടറിന് ഒരു ദോഷം അയാളുടെ തെറ്റ് കൊണ്ടോ അയാളുടെ ഒരു അബദ്ധം കൊണ്ടോ അല്ലെങ്കിൽ ഫെയ്റ്റ് കൊണ്ടോ സംഭവിക്കുന്ന ഒരു കാര്യം മൂലം അയാളൊരു അട്ടർ കറ്റാസ്ട്രഫയിലേക്ക് വന്ന് പതിക്കുന്നു. നന്നായിട്ട് ജീവിച്ചൊരു മനുഷ്യൻ താഴേക്ക് ദുരന്തത്തിലേക്ക് വന്ന് കൂപ്പുകുത്തുന്നു. അങ്ങനെയാണ് നമ്മൾ ട്രാജഡിയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതിലൂടെ എന്താ കാണിക്കുന്നത്? കല കൊടുക്കുന്ന ഒരു റോങ് ആയിട്ടുള്ള മെസ്സേജിൽ നന്നായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ദുരിതം സംഭവിക്കും. അതേസമയം തന്നെ തിന്മ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ലത് സംഭവിക്കുന്നു. അപ്പോൾ ഇങ്ങനെ കണ്ടു വളരുന്ന ഒരു സൊസൈറ്റിയിൽ, ഒരു സ്റ്റേറ്റിൽ, ഒരു കൺട്രിയിൽ വളരെയധികം ലാക്സിറ്റി, അതായത് ഡിസിപ്ലിൻ അവിടെ നശിച്ചു പോവുകയും ആളുകൾ ഇങ്ങനെയൊക്കെ ജീവിച്ചാലും രക്ഷപ്പെടാം എന്നുള്ളൊരു തോട്ടിലേക്ക് എത്തുകയും ചെയ്യുന്നു. സോ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി എഫക്ട് ദ ക്യാരക്ടർ ഓഫ് എ പേഴ്സൺ, ഓഫ് എ സിറ്റിസൺ, ആസ് വെൽ ആസ് ഇറ്റ് വിൽ എഫക്ട് ദ വെൽഫെയർ ഓഫ് എ സ്റ്റേറ്റ് എന്നുള്ളതാണ് പ്ലേറ്റോ ഈ ഭാഗത്ത് പറയുന്ന കാര്യം. സോ ട്രാജഡി ഓർ ആർട്ട് ട്രീറ്റ് ബോത്ത് വിർച്യു ആൻഡ് വൈസ് അലൈക്ക്. നന്മയെയും വിർച്യുവിനെയും, വൈസ് മീൻസ് ഈവിൾ, തിന്മയെയും ഒരുപോലെയാണ് ആർട്ട് ട്രീറ്റ് ചെയ്യുന്നത്. കല അവതരിപ്പിക്കുന്നത് നന്മയെയും തിന്മയെയും ഒരുപോലെയാണെന്നുള്ള വാദമാണ് ഈ ഭാഗത്ത് അദ്ദേഹം പറയുന്നത്.
ഫൈനലി പ്ലേറ്റോ ഇൻഡിക്സ് പോയട്രി ഫോർ ഇറ്റ്സ് ലാക്ക് ഓഫ് കൺസേൺ വിത്ത് മൊറാലിറ്റി. അപ്പോൾ ഒരു മൊറാലിറ്റി ഇല്ല അവിടെ. നല്ലതായാലും ചീത്തയായാലും ഒക്കെ ഒന്ന് തന്നെ എന്നൊക്കെയുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ മൊറാലിറ്റിക്ക് ഭംഗം സംഭവിക്കുന്നു. രണ്ട് തരത്തിൽ നടന്നാലും ജീവിച്ചാൽ മതി എന്നുള്ള തോട്ടിലേക്ക് ആൾക്കാർ എത്തുന്നു. അവിടെ അക്രമവും കറപ്ഷനും വീണ്ടും വർദ്ധിക്കുന്നു. In its treatment of life, it treats both virtue and vice alike, sometimes making the one and sometimes the other triumph indifferently. ചില സമയത്ത് വിജയിക്കുന്നത് നന്മയുടെ ഭാഗമായിരിക്കും, ചില സമയത്ത് തിന്മയുടെ ഭാഗമായിരിക്കും വിജയിക്കുന്നുണ്ടാവുക. അപ്പോൾ രണ്ടും ആണെങ്കിലും ഓക്കെ എന്നൊരു തോട്ടിലേക്ക് എത്തുന്ന ഒരവസ്ഥ. Without regard for moral considerations, it pained Plato to see virtue often coming to grief in the literature esteemed in his day. The epics of Homer, the narrative verse of Hesiod, the odes of Pindar, and the tragedies of Aeschylus, Sophocles, and Euripides. അപ്പോൾ ആ കാലഘട്ടത്തിൽ എഴുതിയിരുന്ന കവികളുടെ അവരുടെ എപ്പിക്കുകൾ, ഹോമർ എഴുതിയിട്ടുള്ള എപ്പിക്കുകളായിക്കോട്ടെ, പിൻഡാറിൻ്റെ ഓടുകളായിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ ഓട്സ് കവിതകളായിക്കോട്ടെ, ഈ പറയുന്ന ട്രാജഡികൾ എസ്കിലസിൻ്റെയും സൊഫക്കിൾസിൻ്റെയും യൂറിപ്പിഡസിൻ്റെയും നാടകങ്ങളിലായിക്കോട്ടെ, പ്രദർശിപ്പിച്ചിരുന്ന ഗ്രീക്ക് ഡ്രാമാസിലായിക്കോട്ടെ, എല്ലാത്തിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നത്, നന്മ ചെയ്യുന്നവർക്ക് എപ്പോഴും ദുരിതമാണ് സംഭവിക്കുന്നത്, അവരൊക്കെ നാശത്തിലേക്ക് പോകുന്നതാണ് കാണുന്നത്. തിന്മ ചെയ്യുന്നവരാണെങ്കിലോ പന പോലെ വളരുന്ന ആ ഒരു കാഴ്ചയാണ് കാണുന്നത്. So it pained Plato to see that corruption is growing in this world and it is shown in the dramas as well as art too. അപ്പോൾ അങ്ങനെ ഉള്ളൊരു കല കണ്ടു വളരുന്ന തലമുറ, യുവതലമുറയിൽ എന്ത് സംഭവിക്കുന്നു? In his own words from the Republic, they give us to understand that many evil livers are happy and many righteous men unhappy. I read that wrongdoing, if it be undetected, is profitable, while honest dealing is beneficial to one's neighbor but damaging to oneself. Their portraits of gods and heroes are equally objectionable. Both are often represented in the most unfavorable light. Gods are unjust or revengeful or guilty or otherwise, and heroes under the sway of uncontrollable passion of all kinds, pride, anger, grief, and so on. Such literature corrupted both the citizen and the സ്റ്റേറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ, അതായത് ദൈവങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺജസ്റ്റ്, ഒരു നീതി അല്ലാത്ത, ന്യായമില്ലാത്ത ദൈവങ്ങൾ, തോന്നിയതുപോലെ ചെയ്യുന്ന ദൈവങ്ങൾ, അതുപോലെ തന്നെ റിവെഞ്ച്ഫുൾ ആയിട്ടുള്ള, ഇങ്ങോട്ടൊന്ന് ചെയ്താൽ അങ്ങോട്ട് പ്രതികാരം ചെയ്യുന്ന ദൈവങ്ങളുടെ കഥകൾ. അല്ലെങ്കിൽ ഹീറോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു കുഴപ്പമുള്ള ഹീറോസ്. ഇപ്പോൾ ഈഡിപ്പസിനെയാണ് പ്രധാനമായിട്ടും നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ, ഈഡിപ്പസ് മാത്രമല്ല ഒത്തിരി കഥാപാത്രങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അരിസ്റ്റോഫൻസിൻ്റെ നാടകങ്ങൾ, ട്രാജഡി കോമഡികളും ആയിക്കോട്ടെ, അല്ലെങ്കിൽ യൂറിപ്പിഡിസിൻ്റെ നാടകങ്ങളായിക്കോട്ടെ, എസ്കിലസിൻ്റെ നാടകങ്ങളായിക്കോട്ടെ, പ്രോമിത്യൂസ് ബൗണ്ട് പോലുള്ള കഥകളായിക്കോട്ടെ, ഇതിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ന്യായപരമായി നിൽക്കുന്ന ഒരു ഹീറോ അയാളുടെ എന്തെങ്കിലും ഒരു ചെറിയ കുറവ് കൊണ്ട്, ചിലപ്പോൾ ഒരു ദേഷ്യപ്പെടൽ കൊണ്ടായിരിക്കും, ചിലപ്പോൾ എക്സസീവായിട്ടുള്ള പ്രൈഡ് ഉള്ളതുകൊണ്ടായിരിക്കും, അങ്ങനെ എന്തെങ്കിലും ഒരു ദോഷം അയാളുണ്ടായിരിക്കും. അതിൻ്റെ വെളിച്ചത്തിൽ, അല്ലെങ്കിൽ അത് കാരണം അയാളുടെ ജീവിതത്തിൽ മുഴുവൻ ദുരിതം സംഭവിക്കുന്ന, അവസാനം അയാളും മരിക്കുന്ന, അയാളുടെ ചുറ്റുമുള്ള ആൾക്കാരും മരിക്കുകയോ അല്ലെങ്കിൽ ദുരിതത്തിൽ അകപ്പെടുകയോ ചെയ്യുന്ന, ദുരന്തം സംഭവിക്കുകയോ ചെയ്യുന്നൊരവസ്ഥയിലേക്ക് പോകുന്നൊരു കാഴ്ച. അപ്പോൾ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളെയൊക്കെ സൃഷ്ടിച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വിചാരിക്കുന്നത് വിർച്വസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ അൺഹാപ്പിയാണ്, നന്മ ചെയ്യുന്നവരൊക്കെ അസന്തുഷ്ടരാണ്, എന്നാൽ തിന്മ ചെയ്യുന്നവരൊക്കെയോ, ഈവൽ ലിവേഴ്സോ, അവരൊക്കെ ഹാപ്പിയാണ്. ഓക്കെ, സോ ലെറ്റ് us do something evilish or something wise. It's better to be vicious than to be a righteous man എന്നുള്ള തോട്ട് ആളുകളിൽ വരും. And it will corrupt this literature, it will corrupt both the citizen as well as the state. അപ്പോൾ ഇത് മനുഷ്യരെയും വ്യക്തിയെയും അതുപോലെ തന്നെ ഒരു സമൂഹത്തെയും നശിപ്പിക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അപ്പോൾ എങ്ങനെയുള്ളതായിരിക്കണം പോയട്രി എന്നൊരു ഇൻപുട്ടും കൂടെ അദ്ദേഹം അവിടെ കൊടുക്കുന്നുണ്ട്. സോ ഹി മേക്സ് or he attacks poetry on 3 grounds. That is, first one, poetic inspiration. Poets writes out of inspiration. Second one, emotional appeal of poetry. Poetry affects heart rather than the mind, or emotion rather than the intellectual. And the third one, it's non-moral character. That is, both the virtue and vices are treated alike. നന്മ ചെയ്തതും തിന്മ ചെയ്തതും ഒരുപോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന ലിറ്ററേച്ചറിൽ. അപ്പോൾ ലിറ്ററേച്ചർ ആസ് വെൽ ആസ് ആർട്ട്. അപ്പോൾ അടുത്ത് നമ്മൾ കാണുന്നത് ഇദ്ദേഹത്തിൻ്റെ എങ്ങനെ ആയിരിക്കണം പോയട്രി എന്നുള്ളതിൻ്റെ ഒരു കാഴ്ചപ്പാടിനെ കുറിച്ചിട്ടാണ്. ഇവിടെ അദ്ദേഹം പറയുന്നത് പോയട്രി എന്ന് പറയുന്നത് ടെസ്റ്റ് ഓഫ് റീസണിലൂടെ കടന്നു പോകണം.
ആളുകളിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ ഇത് യുക്തിപരമാണോ, ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ എന്നുള്ള വിചിന്തനം നടത്തിയതിന് ശേഷം വേണം ആളുകളിലേക്ക് ഇത്തരം കലകളെ എത്തിക്കാനായിട്ട്. ഈ പറയുന്ന വിർച്വയും വൈസും ഒരുപോലെയാണോ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കലകൾ ആളുകളെ കാണിക്കാനായിട്ട് പാടുള്ളതല്ല. അങ്ങനെ ഉണ്ടാകുമ്പോൾ ബെറ്റർ ആയിട്ടുള്ളൊരു സിറ്റിസൺ മോൾഡ് ചെയ്ത് വരില്ല, ബെറ്റർ ആയിട്ടുള്ളൊരു സ്റ്റേറ്റും അതിലൂടെ ഡെവലപ്പ് ചെയ്യില്ല. ആൻഡ് ആസ് പെർ ഹി മെൻഷൻഡ് ഏർലിയർ, ഈ പറയുന്ന രണ്ട് കാര്യങ്ങളും ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കണം. ടു മോൾഡ് എ സിറ്റിസൺ ആസ് വെൽ ആസ് ടു പ്രൊമോട്ട് ദ വെൽഫെയർ ഓഫ് എ സ്റ്റേറ്റ് ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നത് എ പോയറ്റ് ഈസ് എ ഗുഡ് ആർട്ടിസ്റ്റ് only in so far as he is a good teacher. ഒരു പോയറ്റ് എന്ന് പറയുന്നത് ഒരു ആർട്ടിസ്റ്റിലുപരി, ഒരു കലാകാരൻ എന്നതിലുപരി ഒരു നല്ല ടീച്ചറായിരിക്കണം, നല്ല അധ്യാപകനായിരിക്കണം. ആളുകൾക്ക് നല്ലതും ചീത്തയും ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരാളായിരിക്കണം, ഒരു ടീച്ചറായിരിക്കണം ഒരു പോയറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ ഡെഫിനറ്റ്ലി ഹി സേസ് ദാറ്റ് അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ എന്താക്കാനായിട്ട് സാധിക്കുകയുള്ളൂ, ഒരു നല്ല സിറ്റിസനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട്, അതിലൂടെ സ്റ്റേറ്റിനെ ബെറ്ററാക്കി കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്ലേറ്റോയുടെ ഈ പറയാൻ പോകുന്ന കാഴ്ചപ്പാട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഇദ്ദേഹത്തിൻ്റെ തൊട്ട് പിന്നാലെ വരുന്ന അരിസ്റ്റോട്ടലിൻ്റെ കാഴ്ചപ്പാടുമായിട്ട് നല്ല വ്യത്യാസമുള്ള ഒരു കോൺട്രഡിക്റ്റ് ചെയ്ത് നിൽക്കുന്നൊരു കാഴ്ചപ്പാടാണ് ഈ പറയാൻ പോകുന്നത്. ആസ് പെർ പ്ലേറ്റോ, ആർട്ട് ഇസ് ടു ടീച്ച്. സോ ദ ഫങ്ഷൻ ഓഫ് ആർട്ട് ഇസ് ടു ടീച്ച്. കലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല ഭംഗിയുള്ളൊരു പൂവ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ആ പൂവിൻ്റെ ചിത്രം അത് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുകയായിരിക്കണം ചെയ്യേണ്ടത്, ഒരിക്കലും ആ പൂവിനെ ആസ്വദിക്കാനായിട്ട് പാടുള്ളതല്ല. പ്ലഷർ എന്ന് പറയുന്നത് സെക്കൻഡറി ആണ്. പ്ലഷർ, ഈവൺ ഓഫ് ദ ഹയസ്റ്റ് കൈൻഡ്, റാങ്ക്സ് ലോ ഇൻ പ്ലേറ്റോ സ്കെയിൽ ഓഫ് വാല്യൂസ്. സെക്കൻഡറി പോലുമല്ല, ഹി റാങ്ക്സ് ഇറ്റ് ആസ് ദ ലോവസ്റ്റ് വൺ. ആസ്വാദനം എന്ന് പറയുന്നത്, കല ആസ്വാദനം എന്ന് പറയുന്നത് പ്ലേറ്റോയുടെ റാങ്കിങ്ങിൽ വളരെ ലോ ആയിട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. ഒരു കാര്യത്തെ ഒരു നല്ല ഡ്രാമ കണ്ട് കഴിയുമ്പോഴത്തേക്കും അതിലൂടെ സ്വാംശീകരിക്കേണ്ട കുറേ ഗുണങ്ങളുണ്ടായിരിക്കണം. ഒരു കവിത കേട്ട് കഴിയുമ്പോൾ, ഒരു പാട്ട് കേട്ട് കഴിയുമ്പോൾ അതിലൂടെ നമുക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് തരുന്നതായിരിക്കണം. ഒരു ചിത്രം കണ്ടു കഴിയുമ്പോൾ ആ ചിത്രം നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നതായിരിക്കണം. ഓക്കെ, ഇങ്ങനെ ആയിരിക്കണം ഒരു നല്ല മനുഷ്യൻ, ഇങ്ങനെ ആയിരിക്കണം ഒരു നല്ല സ്റ്റേറ്റ് ഉണ്ടാക്കേണ്ടത് എന്ന് പറഞ്ഞ് ആളുകളെ ചിന്തിപ്പിക്കുകയും ആളുകളെ ബെറ്ററായിട്ടുള്ളൊരു ഐഡിയൽ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, ഈ ലോകം അങ്ങനെ ഒരു ഹെവനാക്കി മാറ്റാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടതായിരിക്കണം ഒരു നല്ല കലയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നല്ല കവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ എ ബെറ്റർ പോയറ്റ് ഷുഡ് ബി എ ബെസ്റ്റ്, ഷുഡൻറ്റ് ബി ആൻ ആർട്ടിസ്റ്റ്, ഹി ഷുഡ് ബി എ ടീച്ചർ along with his artistic ability. Pleasure is ranked low in Plato's scale of values. According to Plato, art is to teach. ഈ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ലെറ്റ്സ് ഗോ ഓൺ വിത്ത് ഹിസ് attacks on drama. So his attacks means his concept. As we mentioned, he is a moralist, he is a rationalist, he is an idealist. He wanted to create a perfect place in this world. അതുകൊണ്ട് മാത്രമാണ് ഇത്രയും രൂക്ഷമായിട്ട് അദ്ദേഹം കലയെ വിമർശിക്കുന്നതും കലയിലെ പല തെറ്റുകുറ്റങ്ങളെയും എടുത്തു കാണിക്കുന്നതും. അപ്പം അദ്ദേഹത്തിൻ്റെ നാടകത്തെക്കുറിച്ചുള്ള, ഡ്രാമയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. So all of you go through the portions, revise the lessons and all that. See you in the next class. Till then, all of you take care, be safe.